ഇന്നത്തെ സ്പെഷ്യൽ കെയിലും മഷ്റൂമുമാണ്. കെയിൽ തോരൻ വയ്ക്കാൻ നല്ല, കെയിലും മഷ്റൂമും കൂടെ തോരൻ വയ്ക്കാനുണ്ടല്ലോ ഭയങ്കര നല്ല. വേറെ ഒരു കെയിലുണ്ട് ചുളുങ്ങിയത്, ചുളുങ്ങിയല്ലേ ഉള്ളത്. അതിന് പക്ഷേ കമർപ്പുണ്ട്, ഇതിന് കമർപ്പൊന്നുമില്ല. ഇത് വറക്കാൻ നല്ലതാണ്. എയർ ഫ്രയറിൽ ഇച്ചിരി ഒലിവ് ഓയിൽ തേച്ചിട്ട് ഇത് ഫ്രൈ ചെയ്താൽ നല്ലതാണ്. ഉപ്പേരി പോലെ നമുക്ക് കഴിക്കാം. അപ്പോൾ കെയിലെല്ലാം പറിച്ച് തീർത്തു. കെയിലും മഷ്റൂമും കൂടെ തോരൻ വെച്ച് നോക്കുക. ഒരിക്കൽ പോലും ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കുക, ഭയങ്കര ടേസ്റ്റിയാണ്. രാവിലെ കൃഷിയിടത്തിലായിരുന്നു, കുക്കിങ്ങിലേക്ക് കയറാം. കെയിലും മഷ്റൂമും കൂടെ തോരൻ വെക്കാൻ ആദ്യം ഒരു പാൻ ചൂടായപ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. ഉള്ളിയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ആഡ് ചെയ്യണം. ഞാൻ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു വെളുത്തുള്ളി, അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുക. സോൾട്ട് ആഡ് ചെയ്തു. ഉള്ളി ഒന്ന് വാടുമ്പം ബാക്കി സാധനമൊക്കെ ഇടാം. ഇതിൽ കറിവേപ്പില ഇടുന്നതിന് പകരം ഞാനത് പൊടിച്ച് വെച്ച പൊടിയാണ് ചേർക്കുന്നത്. ഉണക്കി പൊടിച്ചതാണ് ഈ കറിവേപ്പിലൊക്കെ. അപ്പം അത് അതിലോട്ടങ്ങ് ഇടുക. അപ്പം എടുത്ത് കളയത്തിൽ അതിൻ്റെ ഗുണം കിട്ടുകയും ചെയ്യുമല്ലോ. അരിഞ്ഞു വെച്ച കെയിലിടാൻ പോവാണേ. മീഡിയം ലോയിലാണ് തീ ഇട്ടേക്കുന്നത്. അപ്പം അതൊന്ന് ആവി കയറണമല്ലോ എല്ലാത്തിലും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, നമ്മൾ ഇങ്ങനെ ഇലക്കറികളല്ലേ, എല്ലാ ചീര ഐറ്റംസും ഒക്കെ വെക്കുമ്പോൾ വെള്ളം ഒഴിക്കത്തില്ലല്ലോ, അതിനുള്ള വെള്ളം ഇറങ്ങുമല്ലേ. ഈ കെയിലിന് ഇച്ചിരിയും കൂടെ വേവുണ്ട്. ചീര വേവുന്ന അത്രയും അല്ല, അതിനേക്കാളും ഇച്ചിരി സമയം കൂടെ എടുക്കും ഇത് വേവാൻ. അപ്പോൾ തോരൻ ഇളക്കിക്കൊണ്ട് നിൽക്കാനാവുന്ന സമയം ഞാൻ കഥ പറയാം. ഈ കഥയിലേ ഒരു യങ് ബോയ് ആണ്. അവനാണെങ്കിൽ നമ്മുടെ കൊല്ലൻ്റെ ആലയൊക്കെ ഇല്ലേ, കൊല്ലന്മാരൊക്കെ ഇല്ലേ, ബ്ലാക്ക് സ്മിത്ത്, അവിടെ അവന് ആ പണി പഠിക്കാൻ വേണ്ടി അവന് പോയി. അവിടെ ചെന്നപ്പോൾ ആ കൊല്ലം പണി ചെയ്യുന്ന ആള് ഭയങ്കര നല്ല മിടുക്കനായിട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇവനും ഓർമ്മ അതുപോലെ ചെയ്യാൻ പറ്റും. ഇവൻ അപ്രൻറ്റീസായിട്ട് പോയാണ്. അവിടെ ചെന്ന് കുറേ ദിവസമായിട്ട് ഇവനാണെങ്കിൽ ചെയ്യുന്ന ഒന്നും ഇങ്ങോട്ട് പെർഫെക്റ്റ് ആവുന്നില്ല. കുറേ ദിവസം കഴിഞ്ഞിട്ട് ഇവന് ഭയങ്കരമായിട്ട് അങ്ങ് ഡിസപ്പോയിൻറ്റഡ് ആയിട്ട്. അപ്പോൾ അവനാണെങ്കിൽ ആ കൊല്ലൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ അയാൾക്ക് വിഷമമാണ്, എന്താവുന്നു ആവാത്തെന്നൊക്കെ കൊല്ലം പറഞ്ഞു. അങ്ങനെയല്ല, വർഷങ്ങളുടെ പരിചയവും ഹാർഡ് വർക്കും ക്ഷമയും ഒക്കെ കൊണ്ടാണ് നമ്മൾ ആ ചെയ്യുന്ന പണികളെല്ലാം പഠിച്ചെടുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു, അയാൾ വർഷങ്ങൾ ജോലി ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഇത്രയും മിടുക്കനായിട്ട് ചെയ്യുന്നത്, പെർഫെക്റ്റായി. അതുപോലെ നീയും അങ്ങനെ ക്ഷമയോടെ ഹാർഡ് വർക്ക് ചെയ്ത് നിരന്തരമായിട്ട് പരിശ്രമിച്ചാൽ നിനക്ക് ഒരിക്കൽ ഇതുപോലെ സ്മാർട്ടായിട്ടുള്ള അല്ലെങ്കിൽ മിടുക്കനെ ലോകം അറിയുന്ന ഒരു ബ്ലാക്ക് സ്മിത്ത് ആവാമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ അതങ്ങനെ തന്നെയാണ്. തോരനൊക്കെ ഇളക്കുമ്പോഴേ പെട്ടെന്നാവത്തില്ലല്ലോ, നല്ല ക്ഷമ വേണം. ക്ഷമയോടെ നിന്ന് ഇളക്കി കണ്ടിന്യൂസ്ലി പഠിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചെയ്ത് പഠിച്ചാൽ വേൾഡ് അറിയുന്ന ഒരു നല്ല ഷെഫായിത്തീരും നിങ്ങൾക്ക് ഒരിക്കൽ. അതാണ് മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് വെച്ചാൽ പേഷ്യൻസും പെർസിവിയറൻസും ആൻഡ് ഹാർഡ് വർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എവിടെയും എത്തിച്ചേരാൻ പറ്റും. ഇതിലോട്ട് മഷ്റൂം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇടുവാണേ. ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് മഷ്റൂം ആണല്ലോ എളുപ്പം, നമ്മുടെ കൂണല്ലേ, പെട്ടെന്ന് ആവി കയറുമ്പം തന്നെ വേവുമല്ലോ. അതിൽ നിന്ന് വെള്ളം ഇറങ്ങുകയും ചെയ്യും ശരിക്കും പറഞ്ഞാൽ. അപ്പം പിന്നെ ഒട്ടും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നല്ലതായിട്ട് ഇളക്കി നീമ അവിടെ കിടന്ന് ഞാനൊന്ന് അടച്ചു വെക്കാൻ പോയത്. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കുക. ഒന്ന് തുറന്നൊന്ന് ഇളക്കി നോക്കാമേ. ആവി വന്നിട്ടുണ്ടാവുമല്ലോ, ഇപ്പം തീ കാണാമല്ലോ. മഷ്റൂമിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങുകയും ചെയ്തു. ഇനി ഇതിലോട്ട് തേങ്ങാപ്പീര എന്നിട്ടൊന്ന് എല്ലാം കൂടി അടച്ചു വെച്ചിട്ട് ആവി കയറി കഴിയുമ്പോൾ തോരൻ റെഡി ആയിട്ടുണ്ടാവും. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ കെയിലിന് ഇച്ചിരി വേവുള്ളതാണേ. ചീര പോലെ പെട്ടെന്ന് അങ്ങോട്ട് ആവത്തില്ല. ഒരു 5 മിനിറ്റ് വെക്കേണ്ടി വരും, എന്നാലേ നല്ലതായിട്ട് വേവത്തുള്ളൂ. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള മഷ്റൂമും കെയിലും കൂടെയുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. മഷ്റൂം കൂടി ചേരുമ്പോണ്ടല്ലോ, ആ ചീര ഇഷ്ടമില്ലാത്തവർക്കും അത് ഇഷ്ടപ്പെടും. കാരണം ഇവിടെ എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ മോളൊന്നും ചീര ഇഷ്ടപ്പെടുന്നവരെ അല്ല. മഷ്റൂം കൂടി ഇട്ടുണ്ടാക്കാമെങ്കിൽ ചീരയുടെ ഫ്ലേവറിനെക്കാട്ടിലും മഷ്റൂം കൂടെ നിൽക്കുമ്പോൾ വേറെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടും, അങ്ങനെ കഴിക്കും. നിങ്ങളും ഞാൻ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വേറെ ഒരു റെസിപ്പിയുമായിട്ട് വരാം.